വളരെ ഉള്ളിൽ തട്ടിയ ഒരു സർഗമാണ് വാൽമീകി രാമായണം. അക്കാലത്തെ സ്റ്റാൻഡേർഡ് ഓഫ് മൊറാലിറ്റി, ഏത് ധർമ്മം ഏത് അധർമ്മം, ഏത് പുണ്യം ഏത് പാപം എന്ന് നിർണയിച്ചിരുന്നത് എന്തടിസ്ഥാനത്തിൽ അതവിടെ പറയുന്നുണ്ട്. നേരെ കൗസല്യയുടെ അടുക്ക ചെല്ല ഭരതനും ശത്രുഘ്നനും താട്ടാംഗം കിടന്ന് നമസ്കരിച്ചു. അമ്മേ, എന്നെ ശപിക്കരുത്, എന്നോട് കോപിക്കരുത്, ഏട്ടനെ കാട്ടിലേക്ക് അയക്കുന്നതിൽ എനിക്ക് പങ്കില്ല, ഇതാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ കൗസല്യ പറയാ, നന്നായി ഭരത നീ വന്നത്, നീ ഇങ്ങനെ പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ ശങ്കിച്ചേനെ, നീയും കൂടി ഇതിൻ്റെ പിന്നിൽ ചരട് വലിച്ചിട്ടുണ്ട്. അങ്ങനെയാണല്ലോ തോന്നുക. ഭരതൻ ഇരിക്കുന്നത് കേകയ ദേശത്താണെങ്കിലും ഇവിടെ നിന്ന് സംഭവങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ അമ്മ മുഖാന്തരം അവിടുന്ന് ചരട് വലിച്ചു ഭരതൻ നടത്തിയ ഗൂഢാലോചനയാണ് എന്നൊരാൾ ശങ്കിച്ചാൽ അല്ല എന്ന് പറയാൻ പറ്റില്ല. താനിതിലൊന്നും ആളല്ല എന്ന് കാണിക്കാൻ അവിടെ ചെന്നിരുന്നിട്ട് അവിടെ നിന്ന് ആളുകളെ വിട്ട് പഴയ ഒരു വരം ചോദിക്കണ മാതിരിയൊക്കെ ജാട കാണിച്ച് രാമനെ കാട്ടിലേക്ക് അയച്ച് സ്വയം രാജാവാൻ നടത്തിയ ഗൂഢാലോചനയാണിത് എന്ന് ഞാൻ ശങ്കിച്ചേനെ. നീ ഇപ്പം വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് എനിക്ക് സമാധാനമായി. ശങ്കിച്ചേനെ ശപിച്ചേനെ എന്ന് പറയണു കൗസല്യ. എന്നെ ഇങ്ങനെ കണ്ണീര് പിടിപ്പിച്ച അവൻ നേരെയാവില്ല എന്ന് വരെ എൻ്റെ നാവിൽ നിന്ന് ശാപവാക്യം പുറപ്പെടേണ്ടതാണ്. നീ വന്നതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ നിന്നെ ശപിക്കുന്നില്ല. ആ സർഗം വായിച്ചാൽ എത്ര ചെറിയ കാര്യവും കൂടി പാപമായിട്ട് കണക്കാക്കപ്പെട്ടിരുന്നു എന്ന് മനസ്സിലാവും. ഒരതിഥി കയറി വരുമ്പോൾ അയാളെ വരൂ എന്ന ഒരു വാക്കുകൊണ്ട് ഉപചരിക്കുക പോലും ചെയ്യാത്ത ഒരാൾക്ക് എന്ത് പാപം വരുമോ ആ പാപം എനിക്ക് വരട്ടെ. നിരപരാധിയായ ഒരാളെ നിഗ്രഹിച്ചാൽ എന്ത് പാപം വരുമോ ആ പാപം എനിക്ക് വരട്ടെ. എങ്ങനെയാണെങ്കിൽ ഈ ഏട്ടനെ വനത്തിലേക്ക് പറഞ്ഞയച്ചതിൽ എനിക്ക് പങ്കുണ്ടെങ്കിൽ, ഓരോ ശ്ലോകത്തിലും എനിക്ക് പങ്കുണ്ടെങ്കിൽ ഈ പാപം എനിക്ക് വരട്ടെ. ഇത്രയും പറഞ്ഞ് കേട്ട് കഴിഞ്ഞപ്പോഴാണ് കൗസല്യ പറയണത്, ഭരത നീ വന്ന് നന്നായി, പറഞ്ഞ് നന്നായി, അല്ലെങ്കിൽ ഞാൻ ശങ്കിച്ചേനെ, നിനക്കിതിൽ കൈയുണ്ടെന്ന്. തതഃ തന്നർബന്ധതഃ സ്വയം പ്രത്യവാദി. അടിയന്തരമെല്ലാം കഴിഞ്ഞു, ഇനിയിപ്പോ പട്ടാഭിഷേകത്തിൻ്റെ പുറപ്പാടാണ്. മന്ത്രിമാർ പറഞ്ഞു, ഇനിയിപ്പോ പട്ടാഭിഷേകത്തിൻ്റെ ഉത്സാഹമല്ലേ. തതഃ താൻ നിർബന്ധിനതഃ സ്വയം പ്രത്യവാദി. പട്ടാഭിഷേകത്തിന് തയ്യാറാവൂ എന്ന് വസിഷ്ഠനും സുമന്ത്രരും ഒക്കെ നിർബന്ധിച്ചപ്പോൾ ഭരതൻ പറഞ്ഞു, ബഹുഭിരിഹ കിം ഉക്തൈഹി, നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ പട്ടാഭിഷേകത്തിന് സമ്മതിക്കില്ല. ബഹുഭിരിഹ കിമുക്തൈഹി ത്യക്ത സൗമിത്രിവൃത്തി മുകുടമപി വഹേയം യുഷ്മദാജ്ഞാഹി പൂജ്യ. മമ പരമവകാശഃ പർണശാലാനുകൂലഃ ക്വചിദപി വിപുലായാം നാസ്തി ചേത് ദണ്ഡകായാം. ഞാൻ പട്ടാഭിഷേകം നടത്തും, എനിക്കല്ല രാമന്. ഞാൻ നാളെ പുറപ്പെടുകയായി, പട്ടാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങളോടുകൂടി ഞാൻ പുറപ്പെടുകയായി. അനുപധീരജയിത്വാ സത്പഥേ പാംസുലത്വം. അങ്ങനെ കൗസല്യ വാരയാമാസ കൃത്തം രാമാനുജാനുജം. ഇതിനിടയ്ക്ക് മന്ധര കാര്യം ജയിച്ചോ എന്നുള്ള മാതിരി കിട്ടിയിടത്തോളം സാരിയൊക്കെ വാരി വലിച്ചുകൊടുത്ത് കിട്ടിയിടത്തോളം ആഭരണങ്ങളും വാരി വലിച്ചണിഞ്ഞ് ഹാഹാ ഹാഹാ എന്ന് പറഞ്ഞ് അട്ടഹസിക്കുന്നത് കണ്ടപ്പോൾ ശത്രുഘ്നൻ അങ്ങോട്ട് പിടിച്ചു, നീയാണ് ഇതിന് മുഴുവനും കാരണക്കാരി. അപ്പൊ കൗസല്യ ഇടപെട്ടു.
കൗസല്യ വാരയാമാസം, വേണ്ട, നീ ഇങ്ങനെ ചെയ്തു എങ്കിൽ രാമന് അത് കേൾക്കുമ്പോൾ ഇഷ്ടാവില്ല. രാമന് അങ്ങനെ സേവകന്മാർ ചെയ്യുന്ന അപരാധങ്ങൾക്ക് അവരെ ശിക്ഷിക്കുന്നത് രാമന് ഇഷ്ടമല്ല. മന്ധര അങ്ങനെ ചെയ്തത് കൈകേയിക്ക് ഗുണത്തിനെന്ന് പറയും. മന്ധരെ ഒന്നും ചെയ്യണ്ട, വിട്ടേക്കൂ എന്ന് പറഞ്ഞ് കൗസല്യ തടഞ്ഞു. ശരിക്കും പറഞ്ഞാൽ കൗസല്യക്ക് അടിച്ചോട്ടെ എന്ന് വിചാരിച്ചൂടെ മന്ധരെ? എൻ്റെ മകനെ കാട്ടിലേക്ക് അയക്കുന്നതിന് പ്രേരണ നൽകിയ ഈ മന്ധര 4 തല്ലു കൊള്ളട്ടെ എന്ന് വിചാരിക്കാമല്ലോ. അവിടെയൊക്കെയാണ്. ഇതുപോലെ തന്നെയാണ് പാഞ്ചാലി. പാഞ്ചാലിയോട് പറഞ്ഞു അർജുനൻ, നാളെ വൈകുന്നേരത്തിനകം അശ്വത്ഥാമാവിൻ്റെ തലവെട്ടി പാഞ്ചാലി നിന്റെ കാൽക്കൽ കൊണ്ടിടും. തേരിൽ കയറി പുറപ്പെട്ടു. കൃഷ്ണൻ തേര് തെളിക്കുന്നു. അശ്വത്ഥാമാവിനെ പിടികൂടി. കിട്ടിയ ഉടനെ തലവെട്ടണ്ടേ, അതല്ലേ പ്രതിജ്ഞ. വെട്ടിയില്ല. കയറുകൊണ്ട് വരിഞ്ഞു മുറുക്കി കെട്ടി തേരിലിട്ടു. നേരെ വന്നു പാഞ്ചാലിയിടം. ഈ ബോഡി എടുത്ത് അങ്ങോട്ട് എറിഞ്ഞു. നീ പറഞ്ഞാൽ തലവെട്ടാം എന്നുള്ള മാതിരി. തല അങ്ങോട്ട് വെട്ടിക്കൂടെ? അങ്ങനെയാണല്ലോ തലേന്നാൾ പറഞ്ഞത്. മനസ്സ് വരുന്നില്ല. അർജുനന് ഗുരുപുത്രൻ്റെ തലവെട്ടാൻ 100 കുറ്റം ചെയ്തിട്ടും തലവെട്ടാൻ തോന്നിയില്ല. പാഞ്ചാലിക്കും അതുപോലെ തന്നെ. പാഞ്ചാലി പറഞ്ഞു, വെട്ടണ്ട. പുത്രശോകം എന്താണെന്ന് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അനുഭവിക്കുന്ന എനിക്ക് ആ ഗുരുപത്നി കൃപി, ഈ അശ്വത്ഥാമാവിൻ്റെ അമ്മ, ഞാനിപ്പോൾ അനുഭവിക്കുന്ന പോലെ ഒരു പുത്രശോകം അനുഭവിക്കില്ലേ ഈ തല വെട്ടിയാൽ? അതുകൊണ്ട് വെട്ടണ്ട, വിട്ടേക്കും. ഇവിടെ എന്തായി പ്രശ്നം? അർജുനൻ ചെയ്ത പ്രതിജ്ഞ ലംഘിച്ചു എന്ന് വരും. തല വെട്ടാനും വയ്യ, വെട്ടാതിരിക്കാനും വയ്യ. ഒടുവൊരു ശിരോമണി നിന്നുണ്ടത്ര അശ്വത്ഥാമാവിൻ്റെ മൂർധാവിൽ. അതായത് അശ്വത്ഥാമാവിൻ്റെ പുണ്യം അത് നഷ്ടപ്പെട്ടു. അത് പിന്നെ കാണുന്നവരൊക്കെ ശപിക്കുന്ന ഒരു തലയിലെഴുത്തുകാരനായി മാറി അശ്വത്ഥാമാവ്. ലോകത്തിലെല്ലാവരും കഠിനഹൃദയൻ കഠിനഹൃദയൻ എന്ന് അശ്വത്ഥാമാവിനെ കളിയാക്കുക, പരിഹസിക്കുക, നിന്ദിക്കുക. സോയം പ്രീതമനാമുനി ഭരദ്വാജു. തലേനാള് രാമൻ കടന്നുപോയ വഴിയെ, തലേനാളല്ല ഏതാനും ദിവസം മുമ്പ്, ഭരതനും തേടി തേടി ഗുഹനെ കണ്ടു. ഗുഹൻ അകലെ നിന്ന് ഭരതൻ വരുന്നത് കണ്ടപ്പോൾ രാമനെ പോലെ ഇരിക്കുന്നു ഛായ. അടുത്ത് വന്നപ്പോൾ മനസ്സിലായി ഭരതനാണ്. കഥ മുഴുവനും ലക്ഷ്മണൻ പറഞ്ഞ് കേട്ടിട്ടുമുണ്ടല്ലോ ഗുഹൻ. അപ്പോൾ കാട്ടിലിരിക്കാനും അയക്കാതെ കാട്ടിൽ രാമനെ ഉപദ്രവിക്കാനുള്ള വരവാണ് ഭരതൻ്റെ എന്ന് തെറ്റിദ്ധരിച്ചു. അല്ലെങ്കിൽ എന്തിന് പടകൂട്ടി വരണം? സൈന്യവും കൊണ്ടാ വരണത്. ഭരതൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് രാമനറിയാം, ലക്ഷ്മണന് പോലും അറിഞ്ഞുകൂടാ. ഭരദ്വാജൻ്റെ ആശ്രമത്തിൽ വന്ന് ഭരദ്വാജൻ്റെ ആതിഥ്യം സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടുകൂടി ചിത്രകൂടത്തിലേക്ക് പുറപ്പെട്ട ഭരദ്വാജൻ്റെ വരവ് കണ്ടപ്പോൾ ലക്ഷ്മണൻ പോലും, പറയുമ്പോൾ കൂടപ്പിറപ്പുകളാ, ഇതാ ഇങ്ങോട്ടും വരവുണ്ട് കേട്ടോ ആ ദുഷ്ടൻ എന്നാണ് ലക്ഷ്മണൻ പറഞ്ഞത്. മരത്തിൻ്റെ മുകളിൽ കയറി നോക്കുക, പടയോട് കൂടിയിട്ടാ ഭരതൻ്റെ വരവ്. ഏട്ടനെ കാണാനാണ് വരവെങ്കിൽ എന്തിന് പടകൂട്ടി വരണം? അപ്പോൾ ഉദ്ദേശം വേറൊന്നാണ്. ഏട്ടനെ യുദ്ധത്തിൽ നിഗ്രഹിച്ച് 14 കൊല്ലം കഴിഞ്ഞാലും വരാണ്ടയാക്കുക എന്ന് ലക്ഷ്മണൻ തെറ്റിദ്ധരിച്ചു. ശ്രീരാമൻ പറഞ്ഞു, നിനക്ക് ഇത്ര കാലമായിട്ടും ഭരതൻ്റെ ഉള്ളറിയാൻ പറ്റിയില്ലേ? ഞാൻ പറയാം. ഭരതൻ വരുന്നത് എന്നോട് മാപ്പ് ചോദിക്കാനും എന്നെ കൂട്ടിക്കൊണ്ടു പോകാനുമാണ്. എൻ്റെ പട്ടാഭിഷേകം മുടങ്ങിയതിലുള്ള സങ്കടം കൊണ്ടാണ് നീ ഇങ്ങനെ പറയണം. നിനക്ക് ഞാൻ പട്ടാഭിഷിക്തനായി രാജാവായി വാഴുമ്പോൾ നിനക്കും എൻ്റെ കൂടെ രാജസുഖം അനുഭവിക്കാമെന്ന് നീ വിചാരിച്ചിട്ട് അത് നടക്കാതെ വന്നപ്പോഴുള്ള നിരാശയാണെങ്കിൽ ഭരതൻ വന്നാൽ ഞാൻ പറയാം, ഇയാൾക്ക് ഒരു ഗവർണർ സ്ഥാനമെങ്കിലും കൊടുക്കും കേട്ടോ, പാവത്തിന് വളരെ മോഹമുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ അവൻ കേൾക്കും. ഇതും കൂടി കേട്ടപ്പോഴാണ് ലക്ഷ്മണൻ നിലത്ത് വീണത്. ഏട്ടാ, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല.
പിന്നെ എന്തിനാണ് നല്ലൊരു ഭരതനെ തെറ്റിദ്ധരിക്കുന്നത്? ആ ഭരതൻ എന്താണ് ചെയ്യാൻ പോണേന്നുള്ളത് ക്ഷമിച്ച് കാണാൻ. തഥാതിഥ്യം ചക്രേ ഭരതബലഭാജാം തനുഭൃതാം ഭരദ്വാജസ്സോയം ഭൃഗുടിഭട കൽപ്പാഖിലസുരഃ തപസ്തപ്ത്വാ ഘോരം ദേവി സ്വമനസഃ തത്ഫലഭുജോ യഥാ തേഷാം തോഷം ക്ഷണം അഭിലഷേയുഹു മുനികൃതം. കേമമായിട്ടുള്ള വിരുന്നൊക്കെ ഭരദ്വാജൻ കൊടുത്തു എന്ന് പറയണം. മുനിവൃത്തിയെ അവലംബിച്ച് ജീവിക്കുക. കാലത്ത് പുഴയിലേക്ക് കുളിക്കാൻ പോവും. കുളിച്ചു വരുമ്പോൾ ജലപാത്രത്തിൽ വെള്ളം നിറച്ചു വരും. വഴിയിൽ മരത്തിൻ്റെ ചുവട്ടിൽ വീണ് കിടക്കുന്ന ഫലങ്ങൾ പെറുക്കും. അത് കൊണ്ടുവന്ന് വിശക്കുമ്പോൾ കഴിക്കും. അത്രയേ ഉള്ളൂ. പക്ഷേ താൻ തപസ്സുകൊണ്ട് ആർജിച്ചിട്ടുള്ള തപശക്തിയുണ്ടല്ലോ, അത് എന്തിനുള്ളത്? ഇങ്ങനെയുള്ള സ്പെഷ്യൽ ഒക്കേഷനിൽ ഉപയോഗിക്കാൻ. ഭരതൻ്റെ കൂടെ വന്ന പട്ടാളക്കാരും ഇവർക്കൊക്കെ വേണ്ടുന്ന വിരുന്ന് നൽകിയെന്നാവണം. കേമമായ വിരുന്ന്. ആതിഥ്യം ചക്രേ ഭരതബലഭാജാം തനുഭൃതാം ഭരദ്വാജസ്സോയം ഭൃഗുടിഭടകൽപ്പാഖിലസുരഃ തപസ്തപ്ത്വാ ഘോരം ദിവി സുമനസഃ തത്ഫലഭുജോ യഥാ തേഷാം തോഷം ക്ഷണമഭിലഷേയുഹു മുനികൃതം. കേമമായിട്ട് അവരെയൊക്കെ ഉപചരിച്ച് സന്തോഷിപ്പിച്ചു. എന്നിട്ടാണ് തദ്ദിനം ദിനശതകൽപ്പം തത്ര നീത്വാ. ഒരൊറ്റ രാത്രിയെ ഭരതൻ അവിടെ തങ്ങിയുള്ളൂ. ഭരദ്വാജ ആശ്രമത്തിൽ 100 ദിവസം പോലെ ലെങ്ത് തോന്നിയിത്രേ ഭരതൻ. ഏട്ടനെ കാണാൻ തിടുക്കം പോണ്ട് അയോധ്യയിൽ നിന്ന് പുറപ്പെട്ട തനിക്ക് വഴിയിൽ തങ്ങേണ്ടി വന്ന ഒരു രാത്രി പോലും 100 ദിവസത്തിൻ്റെ നീളമുള്ള പോലെ തോന്നും. തദ്ദിനം ദിനശതകൽപ്പം തത്ര നീത്വാ മുനേഹേ നിർദ്ദേശേന സർവേ ചിത്രകൂട വനോദ്ദേശം അവിശൻ. ജ്യേഷ്ഠനെ കാണണമെങ്കിൽ ചിത്രകൂടത്തിലേക്ക് പൊക്കോളൂ, ഞാനാണ് അങ്ങോട്ട് പറഞ്ഞയച്ചത്. ചിത്രകൂടത്തിൽ എത്താറായി എന്ന് മനസ്സിലായി. ആശ്രമപ്രദേശമാണെന്നൊക്കെ മനസ്സിലായി. പുകയൊക്കെ ഉയരുന്നു, ഹോമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവിടെ മരക്കൊമ്പിൽ മരവുരികളൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. മരവുരിയാണല്ലോ മുനിമാർ ധരിക്കുന്ന വസ്ത്രം. അത് നമ്മൾ മുണ്ട് പിഴിയും പോലെ പിഴിയില്ല. പിഴിഞ്ഞാൽ പൊടിയാവും, ബക്കറ്റിൽ വാരിയിടാം. എന്നിട്ട് പിഴിയില്ല, നനച്ച് അങ്ങനെ തന്നെ മരക്കൊമ്പത്ത് തൂക്കിയിടും. ഡീപ് ഡ്രൈ. അതിങ്ങനെ വെള്ളം ഇറ്റ് വീണ് വേണം ഉണങ്ങാൻ. അങ്ങനെയുള്ള മരവുരികൾ അവിടെ തൂക്കിയിട്ടിരിക്കണു. മുനിമാരെ നടന്നുപോയ പാട്, കാലടിപ്പാട്, അവർ നടന്നു പോകുമ്പോൾ അവരുടെ വസ്ത്രത്തിൽ നിന്ന് താഴേക്ക് വീണ ജലത്തിൻ്റെ അടയാളം, ഇതൊക്കെ വെച്ചുകൊണ്ട് ഈ പ്രദേശമാണ് ചിത്രകൂടം എന്ന് ഊഹിച്ചു.